ഓക്കെ. ഇതിനകത്ത് നമ്മൾ കൗണ്ടി ഫിഗേഴ്സിനകത്ത് സ്ക്വയർ എണ്ണി എടുക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. നേരത്തെ ഓൾറെഡി നമ്മൾ കൗണ്ടി ഫിഗേഴ്സിനകത്ത് ട്രയാങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സ്ക്വയർ ആണ് വരുന്നത്. ദെൻ സ്ക്വയറും റെക്റ്റാങ്കിളും എണ്ണാനുണ്ടാവും. ദെൻ ശ്രദ്ധിക്കേണ്ട കേസിൽ എല്ലാ റെക്റ്റാങ്കിള് എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിളാണ്. എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിളാണ്. അതേസമയം റെക്റ്റാങ്കിൾ സ്ക്വയർ അല്ല. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്വയർ എന്ന് പറയുന്നത്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ സ്ക്വയർ ആണ് എണ്ണാൻ പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ അതാണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് നമുക്ക് എത്ര റെക്റ്റാങ്കിൾ സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റോയിലും കോളത്തിലും ഉള്ള സ്ക്വയേഴ്സിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ രണ്ട് സ്ക്വയർ ഇങ്ങോട്ട് നോക്കുമ്പോൾ, ദെൻ താഴോട്ട് നോക്കുമ്പോഴും രണ്ടെണ്ണം, 2x2 ആ ഒരു രീതി, ദെൻ 3x3, ദെൻ 4x4 അങ്ങനെ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ മോഡൽ വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മാനുവലായിട്ട് എണ്ണി നോക്കാം. 1 2 3 4 സ്ക്വയർ ആണുള്ളത്. ആദ്യത്തെ സ്ക്വയർ, രണ്ടാമത്തെ സ്ക്വയർ, മൂന്നാമത്തെ സ്ക്വയർ, നാലാമത്തെ സ്ക്വയർ, ദെൻ ഏറ്റവും വലിയ സ്ക്വയർ. ഏറ്റവും വലിയ സ്ക്വയർ. ടോട്ടൽ 5 സ്ക്വയർ ആണ് ഇതിനകത്ത് വരുന്നത്. ടോട്ടൽ 5 സ്ക്വയർ ആണ് ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത്. ഓക്കെ, 5 ഇനി ഇതടുത്തത് 3x3 ആണ് വരുന്നത്. മൂന്നെണ്ണം റോയിലും 3 കോളത്തിലും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എണ്ണി എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9. ചെറിയ 9. ദെൻ അടുത്തത് നമുക്ക് നോക്കാം. ഇതാ പത്താമത്തെ സ്ക്വയർ. 11ാമത്തെ സ്ക്വയർ, 11ാമത്തെ സ്ക്വയർ, 11ാമത്തെ സ്ക്വയർ, 12ാമത്തെ സ്ക്വയർ, 12ാമത്തെ സ്ക്വയർ, 13ാമത്തെ സ്ക്വയർ, 13ാമത്തെ സ്ക്വയർ. ഓക്കെ, ദെൻ ഏറ്റവും വലിയ സ്ക്വയർ, അതും കൂടി കൂട്ടിയിട്ട് 14 സ്ക്വയർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ സ്ക്വയറും കൂടി കൂട്ടിയിട്ട് 14 സ്ക്വയർ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുക. 14 സ്ക്വയർ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഗറിനകത്ത് നമ്മൾ കണ്ടു 5. രണ്ടാമത്തേനകത്ത് 14. ഓക്കെ, ഇനി നമുക്ക് ട്രിക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു മോഡലിൻ്റെ അകത്ത് വരേണ്ടത് റോയിലും കോളത്തിലും ഈക്വൽ ആയിരിക്കണം. ശ്രദ്ധിക്കേണ്ട, റോയിലും കോളത്തിലും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്നെങ്കിൽ റോയിൽ അല്ലെങ്കിൽ കോളത്തിൽ നമ്പർ ചെയ്യുക. 1 2 എന്ന് പറഞ്ഞിങ്ങനെ നമ്പർ ചെയ്യുക. എന്നിട്ട് ഇവിടെ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. ഓക്കെ, ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇതിനകത്ത് മൊത്തം 5 സ്ക്വയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ മാനുവലായിട്ട് എണ്ണിയെടുത്തപ്പോഴും 5 ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്കത് ശരിയാണോ നോക്കാം. രണ്ടാമത് നമുക്ക് 14 ടോട്ടൽ എണ്ണിയെടുത്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ റോയിൽ അല്ലെങ്കിൽ കോളത്തിൽ എണ്ണുമാണ്. 1 2 3. ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. 9 1 10, 10 1 14. 14 സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത്. സോ അത് ശരിയാണ്.
അത് ശരിയാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇതിൻ്റെ മുകളിൽ താഴെയൊക്കെ വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് 14 ഉണ്ടാവും. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് 14 ഉണ്ടാവും അല്ലേ? ഇത് മൊത്തത്തിനകത്ത് 14 ഉണ്ടാവും. 15, 16, 17, 18. ഇത് കമ്പൈനായിട്ട് നമുക്ക് സ്ക്വയർ ഒന്നും ഫോം ആകത്തില്ല. മീൻസ് ഈ രണ്ട് ഫിഗറുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്വയർ ഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിനകത്ത് 18 തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. 18 തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ തന്നിട്ട് സ്ക്വയറിൻ്റെ എണ്ണം ചോദിക്കാം. ഇതിൻ്റെ അകത്തൊരു ഫിഗർ പോലെ തന്നിട്ട് എത്ര സ്ക്വയർ ഉണ്ടെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം മെത്തേഡ്. ആ വലിയ ഫിഗറിനകത്ത് 5 എണ്ണം ഉണ്ടാവും. വലിയ ഫിഗറിനകത്ത് വലിയ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ക്വയറിനകത്ത് 5 എണ്ണം ഉണ്ടാവും നമുക്കറിയാം. ഇതിലൊരു 5 എണ്ണം, ദെൻ ഇതിനകത്തും ഒരു 5 എണ്ണം ഉണ്ടാവും. സോ 5 5 10 സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് ടോട്ടലായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മൊത്തം 4 ഇൻറ്റു 4ആണ്. 1 2 3 4 1 2 3 4 4 ഇൻറ്റു 4ആണ്. അപ്പോൾ എത്ര എണ്ണം വരും? 1 2 3 4 എഴുതുക. 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 12, 2ൻ്റെ സ്ക്വയർ 4, ദെൻ 1. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 6 4 10 13. ഓക്കെ, 16, 4 20, 20, 13, 33 സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് ടോട്ടലായിട്ട് ഉണ്ടാകുന്നത്. സോ ഇതാണ് നമ്മുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന കേസിൽ ഒന്നാമത്തെ മോഡലായിട്ട് വരുന്നത്. ഈ മോഡലിൻ്റെ പ്രത്യേകത എപ്പോഴും സെയിം നമ്പർ ഓഫ് സ്ക്വയർ ഇൻ റോ ആൻഡ് കോളം ആയിരിക്കണം. റോയിലും കോളത്തിലും സെയിം നമ്പർ ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ചെയ്യുന്നത്. അടുത്ത മോഡൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.